ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബന്ധരി പ്രയർ ശുശ്രൂഷ നമ്മൾ ഒന്നുചേർന്ന് മക്കളുടെ അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനം കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ ഈശ്വര കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. തിരുഹൃദയനാഥൻ്റെ വലിയ കൃപ നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങി മക്കൾ ജീവിതത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവേഷ്ടപ്രകാരം ജീവിച്ച് നല്ല ജീവിതത്തിന് ഉടമകളായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ രാത്രിയിൽ അനുഗ്രഹിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 19-ാം വചനമാണ്. ആലോചന കൂടാതെ ഒന്നും സംസാരിക്കരുത്, പശ്ചാത്തപിക്കുവാൻ നിനക്ക് ഇടവരുകയില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ആലോചന കൂടാതെ സംസാരിക്കുവാൻ ഇടവരില്ല നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഒന്ന് രണ്ട് വട്ടം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ, മറുപടി കൊടുക്കുവാൻ, ബന്ധങ്ങൾ നിലനിർത്തുവാൻ, പ്രത്യേകിച്ച് മാതാപിതാക്കളോടോ സഹപ്രവർത്തകരോടോ ജോലി മേഖലയിലൊക്കെ സംസാരിക്കുമ്പോൾ എടുത്തുചാട്ടത്തോടെയുള്ള സംസാരം മക്കളുടെ ജീവിതത്തിൽ അനേകം നഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം അതിനൊക്കെ മാറ്റം വന്നുകൊണ്ട് മക്കൾ ദൈവഹിത പ്രകാരം ദൈവത്തോട് ആലോചിച്ച് മറുപടി പറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ആ സംസാരം അവരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ നന്മയായി ഭവിക്കട്ടെ. കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അത് അവരുടെ ഉന്നതിക്ക് ആകുന്ന വിധത്തിൽ സംസാരിക്കുവാൻ, നന്മയായി തീരുവാൻ, സന്തോഷപ്രദാനം ചെയ്യുവാൻ, നമ്മുടെ മക്കളുടെ അതിരങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാനും എല്ലാത്തരത്തെ എടുത്തുചാട്ടം, കുത്തുവാക്കുകൾ, തെറിവാക്കുകൾ, മോശമായ സംസാര ശൈലികൾ, ശാപം പിടിച്ച വാക്കുകൾ, അവനവനെ തന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഇല്ലെങ്കിൽ അങ്ങേയറ്റം താഴ്ത്തിക്കെട്ടുന്ന സംസാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രിയ മകനായി നല്ല രീതിയിൽ സംസാരിക്കുവാനും മറ്റുള്ളവരുടെ പ്രീതിപാത്രമാകുവാനും നമ്മുടെ മക്കൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളായി നമുക്കും അനുഗ്രഹിക്കാം. അങ്ങനെ ഇരട്ടി അഭിഷേകത്തിലേക്ക് മക്കൾ കടന്നു വരികയും വിജയിക്കും ചെയ്യട്ടെ. ആമീൻ. മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ ഓരോ പ്രവൃത്തിയും ആലോചനപൂർവ്വം ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലോചിച്ചും മറ്റുള്ളവരുടെ ആലോചന ശ്രദ്ധിച്ചും പ്രാർത്ഥിച്ചും തീരുമാനം എടുക്കുവാൻ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം മുമ്പോട്ട് പോകുവാൻ ഞങ്ങളുടെ മക്കൾക്ക് കൃപയുണ്ടാകട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.